LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. എന്തായാലും വന്നത് സന്തോഷം. പിന്നെ എനിക്ക് അടുക്കളയെ കുറച്ച് പണിയുണ്ട്. പിള്ളേര് കുറച്ച് കഴിയുമ്പോഴേ വിശക്കുന്നെന്ന് പറയും. ഞാൻ എന്താ അങ്ങോട്ട് ചെല്ലട്ടെ? അല്ല, അന്ന് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വന്ന കാര്യം അങ്ങ് പറഞ്ഞേക്കാം. മോളിപ്പോ പഠിക്കുവാന്നല്ലോ. ഈ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കണ്ടേ. ഷിബു നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അമ്മ അയ്യോ അത് ശരി. അപ്പൊ എല്ലാരും കൂടി ചേർന്നോണ്ടുള്ള കളിയായിരുന്നല്ലേ? ഇതൊക്കെ എന്തിന് എന്നെ ഒളിച്ചു വെക്കണം? ഇവന്റെ അമ്മയായ ഞാനിതൊന്നും അറിയണ്ടേ? എടോ നന്ദി കേട്ടവനെ. അമ്മ ഇത് കൊളാക്കല്ലേ. അമ്മ വിചാരിക്കും പോലെ ഒന്നുമല്ല കാര്യങ്ങള്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ചമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്തയും മോനും ഒന്ന്, ഞാൻ പുറത്ത്. എന്റെ ജീവിതത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോ നീ എന്നെ അറിയിച്ചില്ലല്ലോടാ പാവാവി. അമ്മ കരയല്ലേ അമ്മ? സരസു മോളെ, നീ കാര്യം അറിയാതെയാണ് കിടന്ന് തുള്ളിച്ചാടുന്നത്. നിങ്ങൾ ഈ സരസ്വതിയെ പഠിപ്പിക്കാൻ വരണ്ട. മംഗലാപുരത്ത് ഏതോർത്തി ഉണ്ടല്ലോ, അവളെ പഠിപ്പിച്ചാ മതി. അമ്മേ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ ശിവാനെ പറ്റിയുള്ള എല്ലാ കാര്യം അമ്മയടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്തിനാണ് വഴക്കുണ്ടാക്കണത്? സത്യം പറഞ്ഞാലേ ഞാൻ ഇവിടെ എല്ലാം വന്ന് സെറ്റ് ചെയ്തതിനു ശേഷം അമ്മയടുത്ത് കാര്യങ്ങൾ പറഞ്ഞ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് എന്റെ പ്ലാനിങ്. എടാ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എന്നോട് പറയണ്ടെന്ന് ഇങ്ങനല്ലോടാ എന്നോട് പറഞ്ഞു തന്നത്. ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ഇങ്ങനെ കൂടെ മംഗലാപുരത്തേക്ക് പോകാനല്ലായിരുന്നോടാ നിന്റെ പരിപാടി? അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അമ്മയെ കൂട്ടാതെ ഈ ലോകത്തിന്റെ എവിടെയെങ്കിലും ഞാൻ പോകുന്നു? മോളെ സുലോചനെ, അതാരച്ചാ? ഇതാ അച്ഛന്റെ കുഴപ്പം. വല്ലപ്പോഴും വീട്ടിൽ കയറി വന്നിട്ട് അമ്മയുടെ പേരും മറക്കും. എടാ, ഞാൻ പലപ്പോഴും നിന്നോട് പറയാറില്ലേ, ഏതോരുത്തി മംഗലാപുരത്ത് ഇങ്ങേർക്കുണ്ടെന്ന്? അവളാ ഈ സുലോചന. ആണോ അച്ഛാ? അതൊന്നുമല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കല്ലേ. എവിടെ ഇങ്ങനെയാണ്, ആര് നിൽക്കുന്നെന്നോ ഏത് സ്ഥലമെന്നോ ഒന്നും നോക്കത്തില്ല. ഉള്ളത് വെട്ടി തുറന്നങ്ങ് പറയും. എന്തായാലും നല്ല കാര്യമായി. എന്ത് നല്ല കാര്യം? അതുകൊണ്ട് ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. മോനെ അങ്ങനല്ല സരസു. മോനെ നീ കേൾക്കണം. ഞാൻ തന്നെ കേൾക്കണം. അമ്മ കേൾക്കണം, ഞാൻ പറഞ്ഞുതരാം. മംഗലാപുരത്ത് ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. അവിടെ സുലോചന എന്ന് പറഞ്ഞൊരു കയ്യാൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇവള് ജോലി ചെയ്യത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പുറം നടന്നിട്ട് മോളെ സുലോചന നീ ജോലി, സുലോചന നീ ജോലി ചെയ്, സുലോചന നീ ജോലി എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഇവിടെ പുറം നടക്കണം. അങ്ങനെ വിളിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഇത് നാക്കി കയറി വരും. അതാ ഇപ്പൊ കയറി വരുന്ന സുലോചനയെന്ന്. അല്ല, വേറൊന്നും അല്ല. അല്ല അച്ഛാ, അമ്മോയ് അമ്മയും അച്ഛനും കൂടെ അവിടെ പോയി ഇരിക്കേട്ടാ. ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് വരാം. ഞങ്ങളാ? മോനെ ഷിബു, മോനിങ് വാ. വാ, നമുക്കേ പറയട്ടെ. പെണങ്ങല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പിടിച്ചേ. എന്തിനാ പിടി. വീട്ടിൽ കൊണ്ടുവരാ? എന്താ നിനക്ക്? എന്റെ വീട് എന്താ കുടുംബ കോടതിയാടാ ഇത്? അടിച്ച് പൊളിച്ചോണ്ടല്ലേ? കാര്യം ഞാൻ പറഞ്ഞേക്കാ, ഒന്നും ഞാൻ നോക്കൂല്ലോ കേട്ടോ. മൂത്തവരാണെന്നൊന്നും പിടിച്ചിറക്കിയാ വിടി ഞാൻ വീട്ടിൽ നിന്ന്. നിങ്ങൾ പറയും പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അമ്മ പാവാ. പിന്നെ പണ്ടെപ്പോഴും അവർ ഒന്നും രണ്ടും പറഞ്ഞവർ തെറ്റിയതാ. അമ്മ പറയും പോലെ അല്ല അച്ഛന്റെ സ്വഭാവം. അച്ഛൻ വെറും പാവാ. എന്നാ റോക്സെ, അച്ഛൻ എങ്ങനത്തെ ഒരാളാണെങ്കിലും നിങ്ങൾ ഇത്രയും വലിയൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് വരുമ്പോഴത്തേക്കും അച്ഛനെ മാത്രമാണ് വിവരം അറിയിക്കേണ്ടത്. അമ്മയും കൂടെ കാര്യം അറിയിക്കുന്നുള്ള ഒരു മാന്യതയല്ലേ റോക്സെ? അത് ശരിയാണ് ശിവു, സോറി. പക്ഷെ ഞാൻ അതല്ല ആലോചിക്കുന്നത്. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്നോ? അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. അച്ഛനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ വളരെ രഹസ്യമായിട്ട് വച്ചിരുന്നതാ. അങ്ങനല്ലേ? ഇവിടെ നിന്റെ അമ്മ അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ളതല്ലേ എപ്പോഴത്തെ വിഷയം. നീ അറിഞ്ഞ
ഈ ചെയ്ത് കൂട്ടണൊക്കെ നീ അറിഞ്ഞാ? ഇതേണ്ട ചെക്ക, ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ല. നീ എന്തിനാ പറയുന്നത്? ഇവൻ ചെയ്യുന്ന കൂടെ എനിക്കറിയാവുന്നോ? സത്യം പറയടാ, നീ ചെയ്യുന്ന കൂടെ എനിക്കറിയാവോ? പൊന്നെ ഇവു എന്നെ എടാ പോടാന്ന് അങ്ങനെ വിളിക്കണം. ഇത്രയും കാലം അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും. സത്യം പറയും, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടി വല്ല എനിക്കറിയാവോ? അല്ലെ ഇപ്പൊ അറിഞ്ഞില്ലേ? ഇതാ ഷിബു റോക്സിന്റെ ഒരു രീതി. കേട്ടല്ലോ. ഷിബു റോക്സിന്റെ രീതി മാറാ പറ. നിന്റെ രീതി അല്ലടാ. എന്റെ രീതി അറിയാലോ പൊന്നു മോനെ. ഇവിടെ ഇടിക്കും നിന്റെ അച്ഛന്റെ അമ്മയുടെയും ഫ്രണ്ടിട്ട് ഇടിച്ച് ഞാൻ കൂട്ടും നിന്നെ. കേശു വെറുതെ അലമ്പ് കാണിക്കല്. നമ്മൾ തമ്മിൽ പ്രശ്നം അത് വേറെ. ഇപ്പം ഇടിക്കണമെങ്കിൽ ഞാൻ വേറൊരു ദിവസം വരാം, അപ്പൊ ഇടിക്കുക. എന്റെ അച്ഛന്റെ അമ്മേനെ ഫ്രണ്ട് വെച്ച് ഇടിക്കരുത്. മിക്കവാറും എല്ലാവരുടെയും മുമ്പ് വെച്ച് ചേട്ടന്റെ അമ്മ ചേട്ടന്റെ അച്ഛനെ തല്ലും. അതിന് കുഴപ്പമുണ്ടോ? അതില് പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴേ അമ്മ അച്ഛനിട്ട് രണ്ടെണ്ണം കൊടുക്കും. പാവ അച്ഛൻ അതിൽ പ്രതികരിക്കാതെ അങ്ങ് പോയിണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ രണ്ടുപേരും അറിഞ്ഞുകൂടാത്തോണ്ടാ. ഇവർ രണ്ടുപേരും പാവങ്ങളാ. പക്ഷെ എന്താ ഇവര് തമ്മിൽ എന്തോ ചേരത്തില്ല. അതാ വിഷയം. കണ്ടത് വെച്ച് നോക്കുമ്പോ ചേട്ടന്റെ അമ്മയ്ക്ക് ആരും ചേരത്തില്ല. അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ അമ്മ പാവാ. പിന്നെ ഈ കണ്ണി കണ്ട കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതിപ്പം അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, വിഷയത്തി വാടാ. എടാ എനിക്ക് മനസ്സിലായി സംഭവം. നിങ്ങൾക്ക് എന്റെ അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ചും കളിച്ച് അവരെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്താൽ മതി. അത് പ്രശ്നമൊന്നുമില്ല. നൈസായിട്ട് പൊക്കോളും. കെമിക്കലാ നീ 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 എന്റെ അടുത്ത് നമ്പർ ഇറങ്ങാൻ നോക്കുന്നാടാ. ഒരു പേരുണ്ട് പുള്ളിക്ക്, ഷിബു റോക്സ്. അത് വിളിച്ച് തല്ലാക്കി തല്ലിയാ മതി. ഇനി ഞാൻ അവന്റെ പേര് ഇൻസ്റ്റന്റ് നോക്കി ഇടിക്കടി. എടാ 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 എന്തെങ്കിലും പറ്റിയോടാ നിനക്ക്? ഒന്നും പറ്റില്ലമ്മ. പലപ്പോഴും എന്റെ മോനെ നീ ഇവിടെ ഇട്ട് ഇടിച്ച് പദം വെത്തുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട്. പാവന്റെ കുട്ടി ക്ഷീണിച്ച് വീട്ടിൽ കയറി വരുമ്പോ ഞാൻ കൊടുക്കുന്ന വാട്ടി മുട്ട കഴിച്ചിട്ടാ ഇവൻ ഇത്രയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. എന്നാലും ഇവന്റെ അളിയനാകേണ്ട നീ ഇങ്ങനെ ചെയ്യാവോടാ? അമ്മ അത് ചുമ്മാ തമാശക്ക് വേണ്ടി നമ്മൾ വെറുതെ ചെയ്തല്ലേ. അമ്മ അകത്തോട്ടിരിക്കാം. കേശു വാട അകത്തോട്ടിരിക്കാം. ആണോ? അമ്മ വാ വാ പോട്ട്. അളിയനാ അറിഞ്ഞൂടാ. മുട്ട വാ 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 പോട്ട് വാ. പറയടി. അയ്യോ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? വാ അങ്ങോട്ട് വന്നാട്ടെ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മ വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അമ്മ ഇവിടെ ഇരുന്ന്. ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ ഇവിടെ ഒന്ന് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കല്ലെന്ന്. ഒന്നാ വയ്യാത്തല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തലകുറ്റി വീണപ്പോഴത്തേക്ക് ആരാ ഹോസ്പിറ്റലിൽ കൊണ്ട്? ഞാനല്ലേ. അല്ലെ ഞാൻ പറയുമായിരുന്നേ അമ്മയ്ക്ക് വയ്യാത്ത കാര്യങ്ങളെ പറ്റി. വയ്യാതിരിക്കുമ്പോ ഇങ്ങനെ, പിന്നെ അസുഖമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ? വയ്യാതായാലല്ലെങ്കിലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ചെന്ന് ചോദിച്ചു നോക്ക് മുരിക്കുമ്പോഴ ഈ സരസ്വതി ആരാണെന്ന്. വണ്ടിയൊക്കെ പിടിച്ചു പോകുമ്പോഴേ ഭയങ്കര ചെലവായിരിക്കും. അല്ലമ്മ, ഞാൻ ഈ അച്ഛനെയും കൂട്ടി പറഞ്ഞ കാര്യം അമ്മയുടെ അടുത്ത് ആര് പറഞ്ഞു? എടാ, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നിന്റെ കൂട്ടുകാർ അതാത് സമയങ്ങളിൽ വന്നിട്ട് എന്നോട് പറയാറുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാൻ അവന്മാർക്ക് പഴങ്കഞ്ഞി മീൻകറിയും പലപ്പോഴായിട്ട് വിളമ്പി കൊടുക്കുന്നതല്ലേ. അതിന്റെ സ്നേഹം അവന്മാർ എന്നോട് കാണിക്കാതിരിക്കും. അത് പിന്നെ കൂട്ടുകാരന്മാര് വീട്ടിലിടയ്ക്കിടയ്ക്ക് വന്ന് പോണത് നമ്മളുടെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണേ. പിന്നെ ഞങ്ങള് പാവങ്ങളാണല്ലോ. പഴങ്കഞ്ഞിയാണ് നമ്മുടെ മെയിൻ ഭക്ഷണം. ഓ അങ്ങനെ പഴങ്കഞ്ഞി കഞ്ഞി പഴങ്കഞ്ഞി എവിടെ വല്ല കേട്ടിട്ടുണ്ട്. അമ്മമ്മ ഈ പഴങ്കഞ്ഞി എന്താണെന്നറിയോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാലേ കേരളത്തിലെ ഭവനങ്ങളിൽ തനതായി ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് പഴങ്കഞ്ഞി. വേടേ നീ വേറെന്താ പറഞ്ഞേ? പാവങ്ങളാ? പാർവൈ, നീ പാവങ്ങളെ കണ്ടിട്ടുണ്ടാടാ? ഇല്ല ഏട്ടാ. എങ്ങനെ ഇരിക്കും കാണാൻ? ഇങ്ങനെ ഇരിക്കും. ചേട്ടാ ഒരു ഫോട്ടോ എടുത്ത് നോക്ക്. ഓക്കെടാ, ആവശ്യം വരുമ്പോ മാലയിട്ട് പോയിക്കേ. ഷിബു, ഇവര് നമ്മളെ കളിയാക്കാണല്ലോടാ. നിന്റെ അച്ഛന് ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എനിക്കിതൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് പിന്നെ അമ്മ ഇവര് നമ്മളെയും കാട്ടി ഭയങ്കര തമാശക്കാരാണ് അമ്മ. സത്യമായിട്ടും ഇവര് നമ്മളെല്ലാം ഒരു കുടുംബമായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അമ്മ.
ഷിബുവേ, നീ ഇവിടെ കിടന്ന് കോമഡി കാണിക്കുന്ന പോലെ വെറുതെ അച്ഛനമ്മയെ വിളിച്ചിട്ട് തമാശ കാണിക്കില്ല കേട്ടോ. വീട്ടിൽ വന്നു കയറുന്ന അതിഥികളെ അപമാനിച്ചു വിടരുന്നാണ് എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആഹാ, നിങ്ങൾ കൊള്ളാലോ പിള്ളാരെ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരല്ലേ? നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനത്ര ശരിയല്ലല്ലോ. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ? ആര്, ഞാനാ? ഡാ, നീ പറഞ്ഞ പെങ്കൊച്ചെവിടെടാ? അങ്ങോട്ട് വിളിക്ക്, ഞാൻ അമ്മയൊന്ന് കാണട്ടെ. മനസ്സിലായിട്ടില്ല. എന്റെ അമ്മയ്ക്ക് ഇതോട്ട് മനസ്സിലായില്ലേ? എന്താ? ഞാൻ എത്ര ഫോണിൽ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. ശിവാനി ഷിബു ശിവാനി ഷിബുന് എത്ര ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. ദാദിക്കനാണ് ശിവാനി. നമസ്കാരം അമ്മ. അയ്യോ, ഈ കൊച്ചോ? എടാ, ഈ കൊച്ചു വളർന്ന് പ്രായപൂർത്തിയാകുമ്പോഴേക്കും വർഷങ്ങൾ പിടിക്കല്ലോടാ. ഇതിനാണോടാ നീ ഇത്രയും തുള്ളി കളിച്ചത്? അമ്മയ്ക്ക് അത് വെറുതെ തോന്നണ. അവൾക്ക് 19 വയസ്സ് കഴിയാറായി. അമ്മ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എത്ര ശ്രദ്ധിച്ച് നോക്കിയാലും ഇല്ലെങ്കിലും 8ാം ക്ലാസ് അല്ലെ 9ാം ക്ലാസ്, അതിന്റെ അപ്പുറത്തേക്ക് പോയില്ല. എന്തായാലും നല്ല ഐശ്വര്യമുള്ള കൊച്ചാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട്. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. റോക്സേ, ഒന്ന് വന്നേ. 1 മിനിറ്റ്, ഒരു കാര്യം പറയാനായിട്ടാ. ഇതിപ്പോ പഴയ കാലമൊന്നും അല്ലല്ലോ. ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അവര് സംസാരിക്കട്ടെ. എന്താ ശിവ? കള്ളം വിടുവാ. എന്താണ് ഇത്? നിങ്ങളെ വീട്ടിൽ ഓരോരുത്തരും വന്ന് എന്നെ പുറത്ത് വലിച്ചിട്ട് പീഡിപ്പിക്കണ. ഇത് എന്റെ അമ്മ അറിഞ്ഞോണ്ടല്ല, സഹിക്കൂല. ഉദ്ദേശം എന്തുദ്ദേശം? എന്തിനാണ് ഉദ്ദേശം? ഇച്ചിരി സ്വാതന്ത്ര്യം തരുമ്പോഴത്തേക്കും തലേ കയറി നേരിടുന്നോ? തലേ കയറി നിരങ്ങുമല്ല, തലേ കയറി നിന്ന് തിരുവാതിര കളിക്കുക. പാറു അങ്ങനൊന്നും പറയല്ലേ, ഞാൻ വിഷമാവും കേട്ടാ. നിന്റെ വിഷമാക്കലി. നീ ആരോട് ചോദിച്ചടാ എന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വന്നേ? അവനെ കൊല്ലല്ലേ? ഇനി അവനെ വല്ലതും ചെയ്തോണ്ടല്ലോ അവന്റെ അമ്മ കേസ് കൊടുക്കാനും പഠിക്കൂല. കറക്റ്റ്. ഒറ്റ നോടെ തന്നെ എന്റെ അമ്മയുടെ ക്യാരക്ടറൊക്കെ മനസ്സിലായല്ലേ. അമ്മ ഇങ്ങനെയാണ്. അമ്മ തൊട്ടേനും പിടിച്ചതിനെ കൊണ്ട് കേസ് കൊടുക്കും. അയൽക്കാരെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അമ്മ കൊണ്ടൊപ്പം കേസ് കൊടുക്കും. പക്ഷെ പാവാ. ഓ, അപ്പൊ നാട്ടുകാരുടെ ഇടയിലൊക്കെ നല്ല പേരായിരിക്കും. പിന്നെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയാ അമ്മേ. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളെയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ പേടി അതല്ല, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുവോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്ന് കേശു, ഒന്ന് അടങ്ങി നിക്ക്. കിടന്ന് ഞാൻ പറയാം. റോക്സേ, അവസാനമായിട്ട് ഞാൻ പറയുവാണ്, മര്യാദക്ക് വീട്ടുകാരെയും വിളിച്ചോണ്ട് മാനോട്ട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ഇത് കൊള്ളാം. നിങ്ങളല്ലേ നമ്മൾ മാനയായിട്ട് പറഞ്ഞങ്ങ് വിടേണ്ടത്, അല്ല ഞങ്ങളാണോ മാനയായിട്ട് ഇറങ്ങി പോവേണ്ടത്? എന്തുവാടെ? കല്യാണം ഉടനെ ഉറപ്പിക്കാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടാൻ മതിയോ? പിന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്കല്ലേ ഇവിടെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എവന്റെ തല എന്തോന്ന് ശിവാനി ഇത് കാണിക്കുന്നത്? അളിയ, നിന്നെ ആരെ കൈവിട്ടാലും ഞാൻ ഉണ്ട്. കൊടി കൈ എനിക്ക് മണ്ണിക്ക് മരിക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്നാ പിന്നെ പാറമണെ കൊണ്ടിട്, അതാവുമ്പോ വെള്ളം കുടിച്ചാലും ചാവുമല്ലോ. പാറു ചേട്ടനടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, ചേട്ടൻ താങ്ങൂല. അമ്മ ഒരു ആക്ഷൻ മാറ്റി, ആക്ഷൻ മാറ്റി. ഇങ്ങോട്ട് വേണം. ചിരി ചിരി സന്തോഷം. നീയാണ് എന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. എന്തോന്നാടാ? എന്തമ്മ? എന്താന്നോ ഇത് നമ്മൾ കളിക്കണത്? ഇങ്ങനെയാണോടാ കളിക്കുന്നേ? അത് സ്നേഹം കൂടെ നമ്മൾ ഇങ്ങനെ കളിക്കാറ്. ആണോ? ആ, എന്നാ സ്നേഹിച്ചൊക്കെ മതി. വാ, അകത്തേക്ക് പോവാം. അകത്തേക്ക് വരാം. അമ്മ ചെന്നോ, വരാം. വാടാ, അകത്ത് പോ.
എടാ കൊച്ചേ ഇതെന്തുവാടാ പോവാൻ ഭാവമൊന്നും ഇല്ലയോ? അവന് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവൻ ഇപ്പോൾ വിളിച്ചിറങ്ങിക്കൊണ്ട് പൊക്കോളൂ. എന്നിട്ട് കാണുന്നില്ലല്ലോ. അതെ, എന്നാ ഞങ്ങൾ അങ്ങോട്ടങ്ങ് ഇറങ്ങുകയാണേ. ഓ, അല്ല, ഞങ്ങള് വന്ന കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആ മനസ്സിലായി. വഴക്കുണ്ടാക്കാൻ വന്നല്ലേ? ഏ? അല്ല, വന്നാരും എന്താന്ന് പിന്നെ പറഞ്ഞില്ലല്ലോ. ആ മോള് പറഞ്ഞ കറക്റ്റാ. അപ്പം വന്ന കാര്യം എന്താന്ന് വെച്ചാ മതി, നിർത്ത്. അതെ, വല്ലപ്പോഴും അതിഥിയായിട്ട് കുടുംബത്തിലേക്ക് കയറി വരുന്ന ആള് കുടുംബത്തിൽ നടക്കുന്ന ഭാരിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ ഇടപെടണ്ട. അന്തു സരസ് ഇങ്ങനെ ഒരു വർത്താനം പറയുന്നത്? നിന്റെ ഈ അഹങ്കാരം എടുത്തിയാടിയുള്ള വർത്താനമാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം. അച്ഛാ, അമ്മേ, നമ്മളിവിടെ എന്തിനാ വന്നത്? കുടുംബക്കാരൻ ചർച്ച ചെയ്യാനാണോ? പെണ്ണ് ചോദിക്കാനല്ലേ? മോനെ ഷിബു നിർത്ത്. അങ്ങനെ വന്ന് ചോദിക്കുമ്പോ എടുത്തു തരാൻ അതിനുള്ള പെണ്ണൊന്നും ഇവിടെ നിപ്പില്ല. മാത്രമല്ല, ശിവാന് നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആലോചിക്കാമായിരുന്നു. പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്ന സ്ഥിതിക്ക് നിങ്ങളെയൊക്കെ കണ്ടതിലും പരിചയപ്പെടാൻ പറ്റിയതിലും സന്തോഷം. മോനെ ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. അതെന്ത് വർത്താനാ ചേച്ചി നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അല്ല, പറയാൻ നിങ്ങളോട് സമ്മതിച്ചതും ഇല്ലല്ലോ. എന്തുവാ പറയാൻ സമ്മതിച്ചില്ലെന്നോ? ഞാൻ ഇതുവരെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? മുമ്മ വേണ്ട. ഒന്ന് മിണ്ടായി കൊച്ചേ. ഞങ്ങളെ സംസാരിക്കാൻ സമ്മതിച്ചില്ലെന്ന് പറയുന്നതാവോ അതിന് ശരി? എന്തായാലും വന്നത് വന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. കല്യാണക്കാരി ഒഴിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം. മോനെ ഷിബു, അച്ഛനെ അമ്മയും വിളിച്ചോണ്ട് പോകാൻ നോക്കിയേ. അത് ശരി, അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ എനിക്ക് എല്ലാം വ്യക്തമായി. ചേച്ചിയുടെ കാര്യം മനസ്സിലാക്കണം. ചേച്ചിയുടെ അത്രയും വലിയൊരു തറവാടൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്കും ഉണ്ട് ചെറിയൊരു തറവാടൊക്കെ. തറവാടോ? എന്തു വർത്താനം വെച്ചവരീ പറയുന്നത്? തറ ഉള്ള വാടോ തറ ഇല്ലാത്ത വാടോ അതിനെക്കുറിച്ച് ഒന്നും ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. എടാ കേശു, നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? നിനക്കൂടെ ജോലിയും വിലയൊന്നും ഇല്ലയോ? പോയി വല്ലതും ജോലി നോക്കട്ടെ. പിള്ളേരെ, നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലയോ? പോയി വല്ലതും പഠിക്കോ. എന്തോന്നടത്? ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തിയാ നീ നാണം കെടുത്താനാ? ആര് നാണം കെടുത്തിയെന്നാ പറഞ്ഞത്? നീ ആവശ്യമില്ലാതെ വലിഞ്ഞേറി വന്ന് നാണം കെട്ടല്ലേ? നിങ്ങൾ നാണം കെടുത്തിയെന്ന് പോലും. നിന്നെ ആരെങ്കിലും ഇവിടെ വിളിച്ചോടി? ഓ, ഇപ്പൊ നിങ്ങളുടെ പദ്ധതി എനിക്ക് മനസ്സിലായി. എന്ത്? എങ്ങനെങ്കിലും ഈ ചെറുക്കനെ നിങ്ങൾക്ക് അങ്ങ് കൊണ്ടുപോകണം. കൊണ്ടുപോകണമെന്ന്? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് സരസ്വതി, കേട്ടില്ല? പടാ വീട്ടിൽ പോന്നെ പോടാ. നിങ്ങളുടെ കഴിവുകേട മനുഷ്യ ബാക്കിയുള്ളവർ ഇപ്പൊ ഇവിടെ തലയും കുമ്പിട്ട് നിൽക്കേണ്ടി വന്നത്. സരസ്വതി, നീ കൂടുതൽ സംസാരിക്കാൻ വീട്ടിൽ പോകാനാ പറഞ്ഞത്. വീട്ടിൽ പോയ മക്കളെ, ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ആ, നിങ്ങളുടെ പോക്കെങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഞാനങ്ങ് വരും മംഗലാപുരത്തേക്ക്. സരസ്വതി, നീ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. ആൾക്കാർ നിൽക്കുന്നതും കൂടെ ശ്രദ്ധിക്കണം, കേട്ടില്ല? നിങ്ങളുടെ അവിടുത്തെ മൊറ്റവളെ ഈ സരസ്വതി വന്ന് അടിച്ചിറക്കും, നോക്കിക്കോ. സോറി, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ. പാപ്പ തീർന്നു, ഇവിടെ തീർന്നു നിങ്ങളായിട്ടുള്ള ബന്ധം. ഇനി നമുക്ക് കുടുംബ കോടതിയിൽ വെച്ച് കാണാം. അപ്പം എന്നെ കല്യാണക്കാര്യം ഓടാ അവിടുന്ന്. അച്ഛാ, റോക്സേ, അച്ഛനമ്മയും പോയത് കണ്ടില്ലേ? ചെന്നാദ്യം അച്ഛൻ്റെ അമ്മയുടെ ബന്ധം വേർപ്പെടാണ്ട് നോക്ക്. ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. രക്ഷോട്ടാ, ശിപ്പിച്ചോണ്ട് അമ്മ അച്ഛനും കൊള്ളാല്ലേ? LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.